പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കുണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വറക്കണം. അതിപ്പോ ഈ അടുപ്പ് വറക്കാൻ വെക്കാം. ഈ അടുപ്പില് നമുക്ക് കപ്പയും വെക്കാം. കണ്ടോ, കപ്പ കൊത്തി അരിഞ്ഞ് വെള്ളത്തിൽ തിളപ്പിക്കാൻ വെച്ചു. ഈ അടുപ്പില് സ്വല്പം എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം ഓരോന്നോരോന്ന് അതിന്റെ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ഇതിപ്പം തേങ്ങ കൊത്ത് കണ്ടോ, ഇതിങ്ങനെ തേങ്ങ കൊത്തിയത് ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്ത് എടുക്കാം. ഇതുണ്ടല്ലോ സാധാരണ നമ്മള് ബീഫ് കൊണ്ടല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്, അല്ലെ എല്ല് കൊണ്ട് ഒക്കെ, ബീഫിന്റെ എല്ല് അങ്ങനെയൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്കിവിടെ ബീഫ് അധികം കഴിക്കാത്തത് കൊണ്ട് നമ്മൾ ചിക്കൻ കൊണ്ടാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെ ഈ തേങ്ങയൊന്നും വറുത്ത് വെക്കാം. ഇപ്പൊ കുറച്ച് മൂത്ത് ഇനി ഇത് വാങ്ങിയിട്ട് ഒത്തിരി ഒരുപാട് മൂക്കണമെന്നൊന്നുമില്ല. കാരണം ഇത് ഒരു കടിക്ക് വേണ്ടിയിട്ട് ഇടാനായിട്ടുള്ളതാണ്. ഇത് ഒത്തിരി മൂക്കണമെന്നൊന്നുമില്ല, ഇത്രയൊക്കെ മൂത്താൽ മതി. കണ്ടോ, ഇത്രയും മൂത്താൽ മതി. അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങാപ്പീര അതും അതിനകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് വെക്കാം. അതും ഇങ്ങനെ മൂപ്പിച്ച് ഇതിനകത്തോട്ട് തന്നെ നമുക്ക് കോരി വെക്കാം. മൂക്കട്ടെ. ഇത് നമുക്ക് മൂത്ത് കണ്ടോ, ഇത്രയും മൂത്താൽ മതി. അല്ല ഒരുപാട് മൂക്കണമെന്നൊന്നുമില്ല, ഇത്രയും മൂത്താൽ മതി. ഇതിനി നമുക്ക് മാറ്റി വാങ്ങി വെക്കാം. എന്നിട്ട് നമുക്ക് കുക്കറെടുത്ത് അടുപ്പേ വെക്കാം. അതേപോലെ ഇത് കണ്ടോ, നമ്മുടെ കപ്പ അത് വെന്തില്ല. ഇതിങ്ങനെ ഒരു മുക്കാൽ വേവായതേ ഉള്ളൂ. ഒരു സ്വല്പം കൂടെ വെന്തിട്ട് വേണം നമുക്ക്. കണ്ടോ, വെന്തിട്ടില്ല, ഇച്ചിരി കൂടെ വേവട്ടെ. വെന്തിട്ട് ഉപ്പിട്ട് ഊറ്റണം. ഇനിയിപ്പോ ഈ കുക്കർ അടുപ്പ് വെച്ചു. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്വല്പം കരിയാപ്പില ഇടുക. പിന്നെ നമുക്ക് ഇത് ചെറിയ ഉള്ളി ഉണ്ടോ, ഇത് കുറച്ച്. ചിക്കൻ എപ്പോഴും ചെറിയ ഉള്ളി നല്ലതാണല്ലോ. കണ്ടോ, ഇത് അത് കണക്ക് തന്നെ ഈ സബോളയും കൂടെ അതിൻ്റെ കൂടിയിട്ട് വഴറ്റാം. ഇച്ചിരി വഴരട്ടെ. സ്വല്പം വഴരട്ടെ. അവിടെ ഇത്രയും വഴണ്ട് വരട്ടെ. സ്വല്പം ഉപ്പൂടിട്ടിട്ട് ഇച്ചിരി ഉപ്പൂടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റുക. ആ സമയത്ത് കപ്പ തിളച്ച് വേവായി. നമുക്ക് ഉപ്പിടാം. കണ്ടോ, ഉപ്പിട്ട് ഇനി ഇത് ഊറ്റി. ഇപ്പൊ ഇതിന്റെ വേവായി. ഇന്ന് നമ്മൾ സാധാരണ കപ്പ കുഴ ഉണ്ടാക്കുന്ന പോലെ വെന്ത് കിട്ടണമെന്നില്ല. കണ്ടോ, അത് ഇത്രയും വെന്താൽ മതി. ഒരു മുക്കാ വേവ്, നല്ല പഞ്ഞി പോലെ വേവണ്ട, കുറച്ച് വേവ് നിർത്തി ഉപ്പിട്ട് ഇത് ഊറ്റണം. അപ്പൊ സവോള ഞാൻ വഴറ്റി ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർക്കുക. ഇതല്ല 2 സ്പൂണ്. ഇനി വഴണ്ട് വരട്ടെ കേട്ടോ, നന്നായി ഇത് വഴണ്ട്. കണ്ടോ, ഇത്രയും നന്നായി വഴണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. മഞ്ഞപ്പൊടി, ഒരു 2 സ്പൂണ്, ചെറിയ സ്പൂണ് കേട്ടോ, മുളക് പൊടി. 1 2 സ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഇത് ഇളക്കാം. ആ കൂടെ തന്നെ നമുക്ക്
ഒരു സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ സ്വല്പം ഗരം മസാല കുറച്ച് ഇട്ടുള്ളൂ. ഈ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം, ഇതിങ്ങനെ അങ്ങോട്ട് നന്നായി വരട്ടെ, ആ പച്ചമണം മാറട്ടെ. കണ്ടോ മുരിഞ്ഞ് ഇത്രയായി. അപ്പം നമ്മുടെ കപ്പ വേവിച്ച് ഉപ്പിട്ട് ഊറ്റി മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിരിക്കുക. ഇപ്പോഴത്തെ കുറച്ച് പച്ചവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ഗ്രേവി പോലെ വേണം, ഇതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചിക്കൻ ഇടാം. കണ്ടോ, ചെറിയ കഷ്ണങ്ങളാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ. നമുക്ക് ഒത്തിരി വലിയ കഷ്ണമായ അതിനൊരു ഇതില്ല, ചെറിയ കഷ്ണം. കണ്ടോ, ഇനി ഇത് ഇച്ചിരി നേരം ഇങ്ങനെ വഴറ്റണം. ഒരു സ്വല്പം നേരം ഇങ്ങനെ വഴറ്റി നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം. ഇതിപ്പം ഇച്ചിരി ഒന്ന് വഴറ്റട്ടെ. കണ്ടോ, നന്നായിട്ട് വഴണ്ട്. ഒരു സ്വല്പം മസാലയുടെ കുറവുണ്ട്. ഞാൻ ഇച്ചിരി ചിക്കൻ മസാല ഒരു സ്വല്പം ഇടുക. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടതാ, എങ്കിലും ഒരു ശകലം ചിക്കൻ മസാലയും കൂടി ഇടുക. കണ്ടോ, എന്നിട്ട് ഒന്നുകൂടെ ഇളക്കണം. ഇത് ഇറച്ചി ചിക്കൻ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ഉടനെ വെള്ളം തിളപ്പിച്ച് ഒഴിക്കരുത്. ഒരു 5 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ ഇരുന്ന് കുക്കായാലേ വെള്ളം ഒഴിക്കാവുള്ളൂ. അന്നേരം നമുക്ക് നല്ല ചിക്കനിലൊക്കെ ഈ എരിവും ഇതൊക്കെ പിടിക്കത്തുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഇച്ചിരി നേരം ഇങ്ങനെ കുക്കാക്കണം. ഇതിലിട്ട് വഴറ്റി എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഇപ്പം ഇതെല്ലാം കറക്റ്റായി. ഇനി ഞാൻ കുറച്ച് വെള്ളം തിളച്ചു. എന്താ, നമുക്ക് കപ്പ ബിരിയാണിക്ക് ഒരു സ്വല്പം നനവ് വേണ്ടേ, വെള്ളം വേണമല്ലോ. അതുകൊണ്ട് ഇത്രയും വെള്ളം ഒഴിച്ച് കണ്ടോ, എന്നിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ഇളക്കി ഇനി നമുക്കിത് അടപ്പിട്ട് ഇവിടെയൊക്കെ ഇരിക്കുന്നു, അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവട്ടെ. നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യിപ്പിക്കാം. 4 വിസിലടിക്കുന്നിടം വരെ ഇത് വെച്ചു. പക്ഷെ നാടൻ ചിക്കനാണ്, അതിനെക്കാട്ടി ഇച്ചിരി കൂടുതൽ വെക്കണം കേട്ടോ. ഇത് പിന്നെ കുഞ്ഞു കഷ്ണം ആയതുകൊണ്ട് 4 വിസിലടിക്കുന്നിടം വരെ വെച്ചു. എയർ പോയി. ഇതാ കണ്ടോ, ഇപ്പൊ ഈ ഇതായി, കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് ഈ പരുവത്തിലായി. ഉപ്പ് ഒക്കെ കറക്റ്റാ. ഒരു സ്വല്പം ഉപ്പൂടെ ഇടണം, ഒരു ഇച്ചിരി ഉപ്പൂടെ ഇടണം. ഇനി നമുക്കിത് ഈ കപ്പയായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ റൈസ് ഇടുന്നതാണത് നമുക്ക് ഇങ്ങനെ എളുപ്പം സെറ്റ് ചെയ്തിടണമെന്നൊന്നുമില്ല. ഇത് പിന്നെ നമ്മളിങ്ങനെ ഇടുന്നതേ ഉള്ളൂ. ഇത് തേങ്ങ വറുത്തതാണേ, ഇത് തേങ്ങ വറുത്തത്. അതേപോലെ നമ്മൾ തേങ്ങ കൊത്ത് വറുത്ത് വെച്ചില്ലേ, അതും. ബാക്കിയൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇനി നമുക്ക് തേങ്ങ വറുത്തത് അത് ബാക്കിയൂടെ ഇടാം. തേങ്ങ കൊത്തും ബാക്കിയിട്ട് ഇനി ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ ഇനി ഇത് ഇളക്കി ഇതാക്കുക. കണ്ടോ, ഇങ്ങനെ ഇളക്കി അത് കറക്റ്റായിട്ട് യോജിപ്പിക്കുക.
കണ്ടോ ഇങ്ങനെ ഇത് യോജിപ്പിച്ച് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ കപ്പ ബിരിയാണി റെഡി. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് നോക്കുന്ന ചടങ്ങാണ്. ഇച്ചിരി എടുത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം. കുക്കർ മൂടി വെക്കാം. അമ്മുക്കുട്ടാ വാ, നമുക്ക് ടേസ്റ്റ് നോക്കാം. ആരാണ് ഇത് ടേസ്റ്റ് ചെയ്യാനുള്ളത്? അമ്മുക്കുട്ടൻ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നു. ഞാൻ വാവാ. ആയ്, എങ്ങനെയുണ്ട് അമ്മുക്കുട്ടൊക്കെ? നോക്കിക്കേ നോക്കിക്കേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറയുന്നതിൽ കാര്യമില്ല. എങ്ങനെയുണ്ട് അമ്മുക്കുട്ട? ഇത് നിങ്ങളൊന്ന് വെച്ച് നോക്കൂ. നമുക്ക് സിമ്പിളായിട്ട് വെക്കാം, ഭയങ്കര ഇതായിട്ടല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. നമ്മൾ ചിക്കൻ കൊണ്ട് ഇതുവരെ ബീഫല്ലേ സാധാരണ വെക്കാറ്, ഇത് ചിക്കൻ കൊണ്ട് വെച്ചതാണ്. ബീഫ് ഇവിടെ ആരും കൂട്ടത്തില്ല, അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഒന്ന് വെച്ച് നോക്കി ഇതിൻ്റെ ടേസ്റ്റ് പറയണം. പിന്നെ കമൻറ്റ് അത്യാവശ്യമായിട്ടും വേണം കേട്ടോ. പറഞ്ഞു ടാറ്റ, പറഞ്ഞു ടാറ്റ ടാറ്റ ടാറ്റ. ഞങ്ങൾ നോക്കി കഴിച്ചു. ശരി എങ്കിൽ